ശരവണഭവായ നമ. ഏവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള സമ്പൂർണ്ണ വർഷഫലവും ദോഷപരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ചിങ്ങം കൂറിലെ നക്ഷത്രമാണ് പൂരം. ഈ നക്ഷത്രത്തിൻ്റെ ഗണം എന്നത് മനുഷ്യ ഗണമാണ്. ഈ നക്ഷത്രത്തിൽ ഉള്ളവരുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഈ നക്ഷത്രത്തിൽ ഉള്ളവർ പൊതുവേ ഗൗരവഭാവം ഉള്ളവരായിരിക്കും. ഉന്നത പദവികളൊക്കെ നേടുന്നവരുമാണ്. നല്ല സ്വഭാവശുദ്ധിയും സൗന്ദര്യവും ഉള്ളവരുമാണ്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നതുമാണ്. ഏതെങ്കിലും വിധത്തിൽ കീർത്തികളൊക്കെ നേടുവാനും കഴിയുന്നതുമാണ്. സ്നേഹവും കോപവും ഒരേ കാലത്തു തന്നെ പ്രകടിപ്പിക്കുന്നവരുമാണിവർ. ജീവിതത്തിലുടനീളം പലവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമാണ്. എല്ലാ തരക്കാരോടും ഇടപെടുവാൻ അസാധാരണമായ ഒരു കഴിവ് ഇവർക്കുണ്ട്. അന്യായം എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുന്നവരുമാണ്. ന്യായമായ കാര്യത്തിനു വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കാൻ മടിക്കുകയില്ല. അല്പം ആഡംബര ഭ്രമമൊക്കെ ഉണ്ട് ഇവർക്ക്. ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാനുള്ള പരിശ്രമം ചെറുപ്പകാലം മുതലേ ഇവർക്കുണ്ടാകുന്നതുമാണ്. മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർ മടി കാണിക്കുന്നതുമാണ്. ഇതുമൂലം ധാരാളം ശത്രുക്കളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. മാന്യമായി പെരുമാറുവാനും സ്വന്തം നില ഭദ്രമാക്കുവാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതുമാണ്. ഇവരുടെ ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതുമാണ്. പ്രവൃത്തിരംഗം ഓരോ ലക്ഷ്യത്തിലും ദിശയിലും ഉള്ളതായിരിക്കുകയില്ല. ധനസംബന്ധമായ ഇടപാടുകളിൽ ഇവർ കണിശക്കാരാണ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ജീവിത രീതിയിൽ ഇവരിൽ കണ്ടുവരുന്നു. പറയുന്നത് പോലെ പ്രവർത്തിക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക എന്നീ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതുമാണ്. നയപരമായി സംസാരിക്കുവാനും ഇവർക്കൊരു പ്രത്യേകമായ കഴിവുള്ളതായി കാണപ്പെടുന്നുണ്ട്. സ്വന്തം കാര്യത്തിൽ ഉപരി മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇവർ ശ്രമിക്കുന്നതുമാണ്. ആലോചിച്ച് ചിന്തിച്ചു മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. ഇവരിൽ ചിലർക്ക് ആഗ്രഹിച്ച സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ കഴിയാതെ വരിക, അതുപോലെ തന്നെ ഭാര്യ വിയോഗങ്ങൾ ഉണ്ടാകുക, പുനർവിവാഹങ്ങളൊക്കെയുള്ള ഒരു സാധ്യതയും ഈ നക്ഷത്രത്തിന് പറയുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും പൂരം നക്ഷത്രക്കാർ വിജയിക്കാറുണ്ട്. അധികാര സ്ഥാനങ്ങളിലെത്താൻ പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നതുമാണിവർ. അത്തരം സ്ഥാനങ്ങളിൽ വളരെയേറെ ഇവരെ ശോഭിക്കുന്നതുമാണ്. സ്വജനങ്ങൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതായ എല്ലാം ചെയ്യുമെങ്കിലും അവരിൽ നിന്ന് ഗുണമൊന്നും ഇവർക്ക് ലഭിക്കുവാൻ ഇടയില്ല. സ്വന്തം പരിശ്രമമായിരിക്കും ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. ഈ നക്ഷത്രത്തിൽ ഉള്ളവർക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ശത്രുക്കൾ ഇവരുടെ വളർച്ചയെയും പുരോഗതിയെയും ശ്രേയസ്സിനെയുമൊക്കെ തടസ്സപ്പെടുത്തുന്നതുമാണ്. ബന്ധുജനങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ല ഇവർ. എങ്കിലും തിക്തമായ അനുഭവങ്ങൾ കൊണ്ട് ബന്ധുക്കളിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ദന്തരോഗവും ഉദരരോഗവും
എന്നിവ സാധാരണമായി ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. എന്നാലും ദീർഘകാലം നിലനിൽക്കുന്ന രോഗങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാറുമില്ല. ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ നല്ല സ്വഭാവ ഗുണമുള്ളവരും സൗഭാഗ്യവതികളുമൊക്കെ ആയിരിക്കും. നല്ല ഭർത്താവിനെയും നല്ല സന്താനങ്ങളൊക്കെ ഉള്ളവരുമായിരിക്കും. അതുപോലെ തന്നെ സംസാര ചാതുര്യവും നയപരമായ പെരുമാറ്റവും ഉപകാരം ചെയ്യുന്നവരോട് നന്ദിയുള്ളവരുമായി കാണപ്പെടുന്നു. അല്പം അഹംഭാവമൊക്കെ ഉണ്ട് ഇവർക്ക്. എങ്കിലും ശത്രുക്കളുടെ അപവാദ ആരോപണങ്ങൾ ഇവരുടെ കൂടപ്പിറപ്പായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ശത്രുക്കളുടെ അപവാദ ആരോപണങ്ങളൊക്കെ ഇവർക്ക് കൂടപ്പിറപ്പായി കാണപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷ കാലഘട്ടം, ഗുണവും ദോഷവുമുള്ള കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 12 വയസ്സുവരെയുള്ള കാലം ഏറെ ഗുണകരമാണ്. 12 വയസ്സിന് ശേഷം 18 വയസ്സുവരെയുള്ള കാലം ഗുണദോഷമിശ്രമായ കാലമാണ്. ഗുണവും ദോഷവും കലർന്ന സമയമാണ്. 18 വയസ്സ് മുതൽ 28 വയസ്സുവരെയുള്ള കാലം ഇവർക്ക് ഗുണകരമല്ല. 28 വയസ്സ് മുതൽ 35 വയസ്സുവരെയുള്ള കാലം ഇവർക്ക് ഗുണകരമാണ്. 35 വയസ്സ് മുതൽ 53 വയസ്സുവരെയുള്ള കാലം ഇവർക്ക് ഗുണകരമല്ല. 53 വയസ്സ് മുതൽ ഇവർക്ക് ഗുണകരമായി കാണപ്പെടുന്നു. പിന്നുള്ള കാലം ഏറെ ഗുണകരമാണ്. 20, 30, 33 എന്നീ കാലഘട്ടങ്ങളിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ദോഷകാലം എന്നത് ചന്ദ്രദശ, രാഹുർ ദശ, ശനിദശ എന്നീ കാലങ്ങളാണ്. അപ്പോൾ ഈ കാലങ്ങൾ കടന്നു പോകുന്നത് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള സമയവും 35 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള സമയമാണ് ഇവർക്ക് കഷ്ടകാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയകാലം എന്ന് പറയുന്നത്. എല്ലാ പൂരം നക്ഷത്രക്കാരും ഈ പറയുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുക വേണം. ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് വഴിപാടുകൾ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ പേരിൽ അർച്ചന നടത്തുക, ഭഗവാന് കൂവളത്തുമാല സമർപ്പിക്കുക, അതുപോലെ ജലധാര നടത്തുക, ഭഗവാന് എണ്ണ, തിരി, കർപ്പൂരങ്ങളൊക്കെ ഭഗവാന് നടയിൽ സമർപ്പിക്കുക, എല്ലാം ഏറെ ഗുണകരമാണ്. ജലധാര എല്ലാ മാസങ്ങളും ചെയ്യുന്നത് ഏറെ ഗുണകരമാകുന്നുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും ശിവപൂജ ശിവക്ഷേത്രത്തിൽ, അതായത് മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്നതും ഏറെ ഗുണകരമാണ്. അതേപോലെ പൂരാടം, ഭരണി നക്ഷത്രങ്ങളൊക്കെ വരുന്ന ദിവസം മഹാദേവനെ തൊഴാൻ പോകുന്നത് വേറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട്. 2026 വർഷഫലം നോക്കുമ്പോൾ ഈ വർഷഫലം നമ്മൾ നോക്കുന്നത് തന്നെ ഗ്രഹങ്ങളുടെ ഭാവങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ചിന്തിച്ചുകൊണ്ടും എൻ്റെ ഉപാസനാമൂർത്തിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ 2026 സമ്പൂർണ്ണ വർഷഫലം അറിയിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രഹങ്ങൾ വ്യാഴം, ശനി, രാഹു, കേതു, ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ 2026 ജനുവരി 1 ആകുമ്പോൾ വ്യാഴം 11-ലാണ്, ശനി 8-ലാണ്, രാഹു 12-ലാണ്, കേതു 1-ലാണ്. ഈ വ്യാഴം 2026 ജൂൺ 2 ആകുമ്പോൾ വ്യാഴം 12-ലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ഫലമാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ 2026 പുതുവർഷത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കേറെ പ്രതീക്ഷകളും
എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു നല്ലൊരു വർഷത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഗുണവും ദോഷവും അല്പദോഷമൊക്കെ ഉണ്ട്. അതിന് ഞാൻ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആ ദോഷകാലമൊക്കെ മറികടന്ന് പോകാൻ കഴിയും. അപ്പോൾ ഏറെ ഗുണകരമാണ് 2026 എന്നുള്ളത് പ്രധാനമായി മനസ്സിലാക്കുക. പൂരം നക്ഷത്രക്കാരുടെ സകല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് എന്നുള്ളത് പ്രധാനമായി മനസ്സിലാക്കുക. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതുമാണ്. സാമ്പത്തികമായ ബാധ്യതകൾ പരിഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് മുക്തിയൊക്കെ ഉണ്ടാകുന്നതുമാണ്. നല്ല സുഹൃബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. സന്തോഷപ്രദമായ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പല ചുറ്റുപാടുകളിൽ നിന്നും വന്നു ചേരുന്നതുമാണ്. ഭൂമി വിൽക്കുന്നതിനും പുതിയതായ ഭൂമികൾ വാങ്ങുവാനും വീടുകൾ വാങ്ങുവാനും അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ്. പുതിയ ബന്ധുത്വമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മനസ്സന്തോഷമൊക്കെ കൈവരിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായ ദൂരദേശയാത്രയൊക്കെ വഴി ഒരുങ്ങുന്നതുമാണ്. വിവാഹാദി കുടുംബ ബന്ധങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വന്നു ചേരുന്നതുമാണ്. സാമ്പത്തിക നില നല്ല മെച്ചമായി തുടരുന്നതുമാണ്. കുടുംബ ബന്ധങ്ങൾ അനുകൂലമായി വന്നു ചേരുന്നതുമാണ്. പരീക്ഷകളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം കൈവരിക്കുന്നതുമാണ്. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതുമാണ്. അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന അപകടങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ ഒഴിവാക്കപ്പെടുന്നതുമായി കാണപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ്. സ്വയം തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിജയം കൈവരിക്കുന്നതുമാണ്. അങ്ങനെ 2026 ജനുവരി 1 മുതൽ ജൂൺ 1 വരെയുള്ള സമയം എല്ലാം ഗുണകരമായി എല്ലാ കാര്യങ്ങളും സർവ്വ മംഗളകരമായി നടക്കുന്ന ഒരു കാലഘട്ടമായി കാണപ്പെടുന്നു. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങൾക്കും നടപ്പതുണ്ടാകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഈ 2026 ജൂൺ 2 ആകുമ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഇവരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ബാധ്യതകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകളൊക്കെ വരികയാണ്. കുടുംബജീവിതത്തിൽ പല അസ്വസ്ഥതകളൊക്കെ വന്നു ചേരുന്നതുമാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ചിറങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ മുടക്കങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. ഇപ്പം ഈ കാലത്ത് ഭൂമികൾ വാങ്ങുവാനും ഗൃഹങ്ങളൊക്കെ പണിയുവാനൊന്നും ശ്രമിക്കരുത്. അതുപോലെ ബന്ധുജനങ്ങളുമായി ശത്രുതയൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അഗ്നി ജലം ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെന്ന് ശ്രദ്ധിക്കുക വേണം. ഈ കാലയളവിൽ നിങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാതിരിക്കുന്നതാണ് ഏറെ ഗുണകരം. സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഒക്ടോബർ 31 വരെയാണ് ഈ പറഞ്ഞ സമയദോഷം ചെറിയ തോതിൽ ഉണ്ടാകുന്നത്. 31 കഴിയുമ്പോൾ പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ ആദ്യം അറിയിച്ച 2026 ഫലത്തിലേക്ക് ആദ്യ ഫലത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സമയകാലഘട്ടം 2026 ജൂൺ 2 ഒക്ടോബർ 31 അകമുള്ള സമയം ഞാൻ ഈ പറയുന്നതായിട്ടുള്ള വഴിപാടുകൾ നിങ്ങളൊന്ന് ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ആ കുടുംബക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടതായ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറെ ഗുണകരമാണ്. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും ഏറെ ഗുണകരമാണ്. ശിവക്ഷേത്രത്തിൽ നിന്നും ശരടുകൾ ജപിച്ച് അണിയുന്നതും ഏറെ ഗുണകരമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും
2026 അവർക്കുണ്ടാകട്ടെ. ഈ ചാനൽ ഇടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.